ചില സിനിമകളൊക്കെ കണ്ടു തീരുമ്പോൾ ഇതെല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട പടമാണെന്ന് നമുക്ക് തോന്നാറില്ലേ? അങ്ങനെ തോന്നിപ്പിച്ച ഒരു അടിപൊളി സിനിമയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപക്ഷേ ഇത് അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവത്തില്ല. ആപ്പിൾ ടിവിയിൽ സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. 1940കളിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ബാലന്റെ യാത്രയാണിത്. ഒറ്റയ്ക്കായി പോകുന്ന അവന്റെ ദുരിതങ്ങളും ആ യാത്രയിലെ അവന്റെ തിരിച്ചറിവുകളും ഒക്കെ നമുക്കൊരു വലിയ പാഠപുസ്തകമാണെന്ന് പറയാം. കഥ നടക്കുന്നത് അങ്ങ് ലണ്ടനിലാണ്. 1940 സെപ്റ്റംബർ. ബ്രിട്ടനും മലൈസും ഒക്കെ നാസി ജർമ്മനിക്കെതിരെ നിൽക്കുന്ന ആ സമയത്ത് ഹിറ്റ്ലർ ബ്രിട്ടീഷ് ടൗണുകളിലേക്ക്, ബ്രിട്ടീഷ് സിറ്റികളിലേക്ക് ഹെവി ബോംബിങ്ങിന് ഓർഡർ ഇട്ടു. ഈ കാലഘട്ടമാണ് ദ ബ്ലിറ്റ്സ് എന്നറിയപ്പെടുന്നത്. കടുത്ത ബോംബിംഗ് കാരണം 12.5 ലക്ഷം ആളുകളാണ് ബ്രിട്ടനിൽ നിന്ന് സേഫർ ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ പാതിയിലേറെയും കുട്ടികളായിരുന്നു, കൊച്ചുകുട്ടികളായിരുന്നു. സ്വന്തം മക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ടി വന്നു. ഓരോ രാത്രിയും കുറഞ്ഞു 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം. എപ്പോ എവിടെ ബോംബ് വീഴുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഏത് നിമിഷവും തങ്ങൾ കൊല്ലപ്പെടാമെന്ന് അറിഞ്ഞിട്ടും ഇവിടെ തന്നെ ജീവിച്ചു പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇവാക്വേഷൻ ഓർഡർ കിട്ടാം. ഓർഡർ കിട്ടിയാൽ അധികം സമയം കളയാതെ ഇവിടുന്ന് മാറിയേ പറ്റൂ. അങ്ങനെ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്ന ഒരു കുടുംബമാണിത്. ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകന്റെ മുത്തച്ഛൻ. ഇദ്ദേഹത്തിന്റെ പേര് ജെറാൾഡ്. ഇദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് ജോർജ്. ജോർജിന് അമ്മ മാത്രമേ ഉള്ളൂ. അവളുടെ പേര് റീത്ത. റീത്ത ഒരു മ്യൂണിഷൻ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് യുദ്ധ സാമഗ്രികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ. ഇവരുടെ സോൾജേഴ്സിന് യുദ്ധം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിസൈൽസും മറ്റു വെപ്പൺസും ഒക്കെ ഉണ്ടാക്കുന്നത് അവിടെയാണ്. പകൽ സമയങ്ങളിൽ ജോലി ചെയ്യും. രാത്രി ആയി കഴിഞ്ഞാൽ ബങ്കേഴ്സിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലേക്കോ സേഫ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഏരിയാസിലോട്ടൊക്കെ മൂവ് ചെയ്യും. ഓരോ രാത്രി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെ വീട് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഓൺ ടൈം അറിയാനായിട്ട് ഇപ്പോൾ TRPക്ക് വേണ്ടി മത്സരിക്കുന്ന പോലെയുള്ള TV ചാനൽസ് അന്നില്ലല്ലോ. അതുകൊണ്ട് യുദ്ധ സാഹചര്യമാണെങ്കിലും ഒരുപാടങ്ങ് പേടിക്കാതെ കുറച്ചൊക്കെ സമാധാനമായിട്ടിരിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പോകെ കുട്ടികളെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഓർഡർ വന്നു. ഇനി ജോർജിന് അവന്റെ അമ്മ റീത്തയോടൊപ്പം ഇവിടെ തുടരാൻ പറ്റത്തില്ല. ജോർജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവന്റെ അമ്മ റീത്ത തന്നെയാണ്. അങ്ങനെയുള്ള അവന്റെ അമ്മയെ വിട്ടുപോകാൻ അവൻ ഒട്ടും മനസ്സില്ല. തന്റെ കൂടെ അമ്മയ്ക്കും വന്നുകൂടെ എന്ന് അവൻ പലതവണ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിയമം അതിന് അനുവദിക്കുന്നില്ലല്ലോ. തൽക്കാലം കുട്ടികളെ മാത്രമാണ് ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുകളെ ക്രമീകരിച്ചിട്ടുണ്ട്. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുറച്ച് നാൾ കൂടി ഇങ്ങനെ ഉണ്ടാവും. യുദ്ധമൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളൊക്കെ തുറക്കും. എല്ലാം പഴയ പോലെ ആവൂടാ. അമ്മ വേണ്ട പ്ലീസ്, എന്നെ അങ്ങോട്ട് വിടരുത്. എനിക്ക് അമ്മയുടെ കൂടെ നിന്നാ മതി. ജോർജ്, ഇപ്പൊ അമ്മ പറയുന്ന കേക്ക്. ഈ മാല കണ്ടില്ലേ? അച്ഛൻ മോന് തരാൻ വേണ്ടി വെച്ചിരുന്നതാ. ഇനി ഇത് മോൻ അവകാശപ്പെട്ടതാ. അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും. സേഫ് ആയിരിക്കും കേട്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ജോർജിനെ സമാധാനിപ്പിച്ച് അവനെ മറ്റൊരിടത്തേക്ക് അയക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അതേ സമയം അതുവഴി ഒരു യങ് സോൾജിയർ നടന്നു വരുന്നുണ്ട്. ഇവന്റെ പേരാണ് ജാക്ക്. ജാക്കിനും അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ തിരിച്ചു പോവാണ്. പിന്നെ പുള്ളിക്കാരന് നമ്മുടെ റീത്തയോട് ഒരു ചെറിയ താല്പര്യമുണ്ട്. പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ടൈപ്പൊന്നുമല്ല. ഒരു നല്ല സുഹൃത്ത് എന്ന് പറയാം. ഇവർക്കൊരു ആവശ്യം വന്നാൽ, ഒരു സഹായം ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ധൈര്യമായി ജാക്കിനോട് ചോദിക്കാം. അവൻ സഹായിക്കും. റീത്ത ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ജോർജിന്റെ പല സുഹൃത്തുക്കളും ട്രെയിനിലുണ്ട്. ചില കുട്ടികളൊക്കെ ആവേശത്തിലാണ്. എന്തോ ട്രിപ്പിന് പോകുന്ന പോലെ ഭയങ്കര ആവേശത്തിലാണ് പോകുന്നത്. എന്നാൽ ജോർജ് ആവട്ടെ തന്റെ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞയക്കുന്നത് ഇഷ്ടപ്പെടാതെ അമ്മയെ അവൻ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോയി. റീത്തയ്ക്ക് ഭയങ്കര വിഷമമായി. സാഹചര്യം ഇങ്ങനെയൊക്കെയാണല്ലോ, യുദ്ധമാണ്. ഒരുപക്ഷെ ഇന്ന് അവസാനമായിട്ടായിരിക്കാം അവൾ ജോർജിനെ കാണുന്നത്. ഇതിന്റെയൊക്കെ അവസാനം ജോർജ് തിരിച്ചു വരുമ്പോൾ അവൾ ഇവിടെ ജീവനോടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ടൊരു ഗുഡ് ബൈ പോലും പറയാതെ ഇങ്ങനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയ വിഷമം കാരണം പുള്ളിക്കാരി പുറകെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അമ്മയോടുള്ള ദേഷ്യം കാരണം പുള്ളിക്കാരി വിളിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ ജോർജ് ട്രെയിനിൽ കയറി അങ്ങനെ അങ്ങിരുന്നു. ശേഷം റീത്ത അവളുടെ ജോലി ചെയ്യാൻ ഫാക്ടറിയിലെത്തി. മിസൈലുകളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്. അത്രയധികം ശ്രദ്ധയോടെ കൃത്യതയോടെ ചെയ്യണം. ട്രെയിനിൽ പോകുന്ന നമ്മുടെ ജോർജ് ഇങ്ങനെ ഒരുമാതിരി ശോകം അടിച്ചിരിക്കണേ കണ്ട് മറ്റു കുട്ടികൾ ഇവനെ കളിയാക്കുന്നുണ്ട്. ട്രെയിനിലുള്ള ഒട്ടുമിക്ക കുട്ടികളും കളിയും ചിരിയും ഒക്കെയാണ്. ജോർജ് മാത്രമേ ഇങ്ങനെ ശോകം അടിച്ചിരിക്കുന്നുള്ളൂ. പുതിയൊരു സ്ഥലത്തേക്ക് പോകല്ലേ, വീട്ടുകാരില്ല, പേരൻസ് ഇല്ലാതെ പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നു. എപ്പോഴും പേടിച്ച് ബങ്കറിലേക്ക് ഓടേണ്ടി വരുന്നില്ല. പിന്നെ കുട്ടികളല്ലേ, 8, 9, 10 വയസ്സുള്ള കുട്ടികളാണ്. കാര്യത്തിന്റെ സീരിയസ്നെസ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ജോർജിനെ കളിയാക്കുന്ന കുട്ടികളോട് ജോർജ് വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവനിങ്ങനെ ചാടി കയറി ദേഷ്യപ്പെട്ടത് കണ്ട് പിള്ളേര് വാടച്ച് നിന്നുപോയി. ആ കൂട്ടത്തിൽ ക്യാത്തി എന്ന ഒരേ ഒരു പെൺകുട്ടി മാത്രമാണ് ജോർജിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ശരിക്കും നമ്മുടെ ജോർജിന് ഇത് പുതുമയുള്ള കാര്യമാണ്. അവന് നാട്ടിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും ജോർജിന്റെ നിറം കാരണം, അവൻ കുറച്ച് കറുത്തിട്ടാണ് എന്നുള്ളത് കാരണം തന്നെ അവനെ കളിയാക്കുമായിരുന്നു. ചെറുപ്പം മുതൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് കറുത്തവരും മോശമാണ്, അവരെന്തോ കുറഞ്ഞവരാണ് എന്ന ധാരണയിലാണ് അവൻ വളർന്നു വന്നത്. സ്കൂളിലാണെങ്കിലും കളിക്കാൻ പോകുമ്പോഴാണെങ്കിലും മറ്റു കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ഒരു ഒറ്റപ്പെടുത്തൽ, ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം അവൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് പോകാനോ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനോ ഒക്കെ അവൻ അത്രത്തോളം പേടിക്കുന്നുണ്ട്. ഇത്രയും നാൾക്കിടെ അവനോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളത് അവന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു അവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ ട്രെയിനിന്റെ ഡോർ തുറന്ന് പുറത്ത് ചാടി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അമ്മയോട് ഇത്തിരി കടുപ്പിച്ച് സംസാരിച്ചിട്ടാണല്ലോ ട്രെയിനിൽ കയറിയത്. അത് വലിയ തെറ്റായിപ്പോയി. എത്രയും വേഗം അവന്റെ അമ്മയെ കാണണം, അമ്മയെ കണ്ടാൽ മതി എന്ന് തീരുമാനിച്ച് ട്രാക്കിലൂടെ തിരികെ നടന്നു. ഇവിടെ റീത്ത വർക്ക് ചെയ്യുന്ന മ്യൂണിഷൻ ഫാക്ടറിയിൽ BBC റേഡിയോ ടീം എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഫാക്ടറി വർക്കേഴ്സിനെ എല്ലാം അഭിനന്ദിക്കുകയും കൂട്ടത്തിൽ നമ്മുടെ റീത്തയ്ക്ക് ഒരു പാട്ട് പാടാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ഇവാക്യുവേറ്റ്
ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്ന പേരൻസിന് വേണ്ടി തന്റെ മകൻ ജോർജിനെയും ഓർത്ത് അവർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്ത് പുള്ളിക്കാരി ഒരു പാട്ട് പാടി തീർന്നതും കുറച്ച് സ്ത്രീകൾ ഓടി സ്റ്റേജിൽ കയറി പ്രതിഷേധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും ഗവൺമെന്റ് പലയിടങ്ങളിലും അണ്ടർഗ്രൗണ്ട്സ് തുറന്നു കൊടുത്തിട്ടില്ല, സാധാരണക്കാരെ അങ്ങോട്ട് വിടാറില്ല. അതിനെതിരെയുള്ളൊരു പ്രതിഷേധം കൂടിയായി ഈ ഇവന്റ്. ഇതേ സമയം തിരികെ നാട്ടിലേക്ക് നടന്നു വരാൻ ശ്രമിക്കുന്ന നമ്മുടെ ജോർജ് ഇതേ ഡിറക്ഷനിലേക്ക് വരുന്ന ഒരു ട്രെയിൻ കണ്ട് ഓടി ആ ട്രെയിനിൽ കയറി. ജോർജ് കയറി അതേ കമ്പാർട്ട്മെന്റിൽ വേറെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. ഇവനെ പോലൊക്കെ തന്നെ അവർ ബ്രദേഴ്സാണ്, ടോമി, ആർച്ചി, ഇയാൻ. ഇക്കൂട്ടത്തിൽ ഇയാന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജോർജ് അവന്റെ പക്കലുണ്ടായിരുന്ന സാൻഡ്വിച്ച് എടുത്തു കൊടുത്തു. എന്ത് കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്യണം, ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറയുന്ന ആളാണ് ടോമി. ഇവരുടെ ഈ കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ ജോർജിനും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവനെ വേറൊരാളായിട്ട് കാണാതെ അവരോടൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. 4 പേരും നല്ല സുഹൃത്തുക്കളുമായി ഇനി മുന്നോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. 4 പേരും ട്രെയിനിന് മുകളിലൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അപകടമാണ്, എന്തോ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ലണ്ടൻ വരെ എത്തി. ട്രെയിൻ നിർത്തിയതും ഗാർഡ്സ് ഓരോ ബോഗീസായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ ചാടി ഇറങ്ങി ഓടിപ്പോകാൻ ശ്രമിച്ചു. ഗാർഡുമായിട്ട് ഒരു ചെറിയ പിടിവലിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവർ അദ്ദേഹത്തെയും തള്ളി മാറ്റി മുന്നോട്ട് ഓടി ചെന്നപ്പോൾ ഒരു ട്രെയിൻ വന്ന് നമ്മുടെ ടോമിയെ ഇടിച്ചു. ജോർജിന്റെ കൺമുന്നിൽ വെച്ച് ടോമി മരണപ്പെടുവാണ്. ബാക്കി 3 പേർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇത് കണ്ട് ജോർജിന് ഭയങ്കര പേടിയായി. അവനത് കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം. ഇതേ സമയം നമ്മുടെ റീത്തയുടെ പാസ്റ്റ് കാണിച്ചായിരുന്നു. റീത്തയും പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, അതായത് ജോർജിന്റെ അച്ഛനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈം. രണ്ടാളും വളരെ സന്തോഷത്തിൽ ഒരു പബ്ബിലെ ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈം. അവിടെ വെച്ചാണ് അദ്ദേഹം റീത്തയ്ക്ക് അദ്ദേഹത്തിന്റെ മാല കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ റീത്ത ജോർജിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തില്ലേ അച്ഛന്റെ മാലയാണെന്ന് പറഞ്ഞ്, അതേ മാല ശരിക്കും അത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ മാലയാണ്. ഇദ്ദേഹം അത് റീത്തയ്ക്ക് കൊടുത്തു. പിന്നീട് റീത്ത അവളുടെ മകൻ ജോർജിന് കൊടുത്തു. അന്ന് റീത്തയും ഹസ്ബൻഡും പബ്ബിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം കുറച്ച് വെള്ളക്കാര്, കുറച്ച് വൈറ്റ് പീപ്പിൾസ് അവിടെ വന്ന് ഇവളുടെ ഹസ്ബൻഡിനെ തല്ലുന്നുണ്ട്. കാര്യം ഇവൻ കറുത്തവനാണല്ലോ. ഒരു വെളുത്ത പെണ്ണിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോയത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുരങ്ങൻ എന്നൊക്കെ വിളിച്ച് അവനെ കളിയാക്കി. ഇവർ തമ്മിൽ അടിയായി, പ്രശ്നമായി. അവിടേക്ക് പോലീസ് ഓടി വരുന്നുണ്ടെങ്കിലും അവർ ആ വെള്ളക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവനെ അറസ്റ്റ് ചെയ്തു. റീത്ത പോലീസിനോട് വ്യക്തമായി സംഭവിച്ചത് ഇന്നതൊക്കെയാണ്, അവളുടെ ഹസ്ബൻഡ് അല്ല പ്രശ്നമെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇവിടെ നമ്മുടെ ജോർജ് തിരികെ വരുന്ന വഴി ഒരു എംപയർ ആർക്കേഡിൽ കയറുന്നുണ്ട്. കറുത്ത നിറത്തോടുള്ള സമൂഹത്തിന്റെ വെറുപ്പ്, വർണ്ണവിവേചനം, കറുത്തവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതും കലയിൽ പോലും കറുത്തവരെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നതും ഒക്കെ അവനവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നേരം അതുവഴി വന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. രാത്രി സമയമാണ്, ബോംബിങ്സ് ഉണ്ടായേക്കാം, അതുകൊണ്ട് പയ്യനെ എത്രയും വേഗം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഇഫെ. ജോർജിനോട് അവന്റെ പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. പയ്യൻ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ, ഓ അങ്ങനെയാണോ, നീ ആദ്യം ചായ കുടിക്ക്, തൽക്കാലം നിന്നെ സേഫായിട്ട് ഞാൻ നോക്കിക്കോളാം, പിന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ജോർജിനും സന്തോഷമായി. തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് അദ്ദേഹം, അദ്ദേഹത്തെ വിശ്വസിക്കാമെന്നായി. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സ്ഥലം എവിടുന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആളൊരു ആഫ്രിക്കക്കാരനാണേ. ഇഫെ ഒരു ബ്ലാക്ക് ആണോ കറുത്തവനാണോ എന്ന് നമ്മുടെ ജോർജ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതേ താനൊരു കറുത്തവനാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജോർജ് ഇവനൊരു കറുത്തവനല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ജോർജിന്റെ അച്ഛൻ ബ്ലാക്ക് ആയിരുന്നു, അദ്ദേഹത്തെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി, പിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നേ വരെ തന്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ കേട്ട് വളരുന്ന ഇതൊക്കെയല്ലേ, കറുത്ത ആളുകളെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല, അവരെ നാട് കടത്തുന്നു, കറുപ്പിന് എന്തോ പ്രശ്നമുണ്ട്, ബ്ലാക്ക് പീപ്പിൾസ് കുറഞ്ഞവരാണ് എന്നുള്ളൊരു രീതി. ഇഫെ ജോർജിനെ ബങ്കറിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരുപാട് ആളുകളുണ്ട്. യുദ്ധഭീതിയിൽ ഒത്തിരി ആളുകൾ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇക്കൂട്ടത്തിലുള്ള ഒരു ഇംഗ്ലീഷ് കപ്പിൾ അവർ കിടക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ ഒറിജിൻ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കിടയിൽ ഒരു മറ വലിച്ചു കെട്ടുന്നുണ്ട്. ഇപ്പുറത്തുള്ള ഇന്ത്യൻ ഒറിജിൻ ആളുകൾക്ക് ഇവരുടെ അത്ര നിറമില്ലല്ലോ, അത് തന്നെ പ്രശ്നം. ഇത് കാണുന്ന നമ്മുടെ ഇഫയെ തർക്കിക്കാൻ നിൽക്കാതെ ആ ഷീറ്റ് എല്ലാം വലിച്ചൂരി. നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ, നമ്മൾ ആരോടെ ശരിക്കും യുദ്ധം ചെയ്യുന്നേ, ഇങ്ങനെ ആളുകളെ അകറ്റി നിർത്തുക, വേറിട്ടതായി കാണുക. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ഹിറ്റ്ലറും ചെയ്യുന്നത്. വർഗ്ഗവർണ്ണ വിവേചനം കാണിച്ച് മനുഷ്യനെ തമ്മിലകറ്റുക. അത് കാരണമാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. അഥവാ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവാം. ഇതെല്ലാം കേട്ട് നമ്മുടെ ജോർജിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നേരത്തെ അവൻ പറഞ്ഞില്ലേ അവൻ ബ്ലാക്ക് അല്ല എന്ന്, ഇപ്പം അവനത് മാറ്റി പറയുന്നുണ്ട്. ബ്ലാക്ക് ആയിരിക്കുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല, അതൊരു കുഴപ്പമല്ല, അതാണ് അവന്റെ ഐഡന്റിറ്റി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇഫെ ജോർജിനെ കിടത്തി ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്ക് പോയി. ഇനിയും അദ്ദേഹത്തിന് എന്തൊക്കെയോ ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്. ശേഷം അടുത്ത ദിവസം രാവിലെ എണീറ്റ് വന്ന് നമ്മുടെ ജോർജ് അറിയുന്നതാവട്ടെ കഴിഞ്ഞ ദിവസം ജോലി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തുപോയ നമ്മുടെ ഇഫെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ചെക്കന് സഹിക്കാനായില്ല. ഇവനോട് സ്നേഹത്തോടെ മര്യാദയ്ക്ക് പെരുമാറുന്നവരൊക്കെ ഇങ്ങനെ കൊല്ലപ്പെടുവാണല്ലോ. എങ്ങോട്ടെന്നറിയാതെ അവൻ തെരുവുകളിലൂടെ അങ്ങനെ ഓടിപ്പോകാനും തുടങ്ങി. ഏതാണ്ട് ഇതേ സമയം തന്നെ കുട്ടികളെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ നമ്മുടെ റീത്തയുടെ അടുത്ത് വന്ന് ഇവളുടെ മകൻ ജോർജിനെ കാണാനില്ല, അവൻ ട്രെയിനിൽ നിന്ന് ചാടിപ്പോയി, ഇപ്പൊ അവൻ എവിടെയാണെന്ന് അറിയില്ല എന്ന വാർത്ത അറിയിക്കുന്നുണ്ട്. റീത്തയ്ക്ക് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വന്നു. അവൻ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ് അവനെ ഇവരോടൊപ്പം അയച്ചത്. എന്നിട്ടിപ്പോൾ ഇവരിങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നു. തന്റെ മകൻ എവിടെയാണെന്നോ അവൻ ഓക്കെ ആണോ അവൻ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും അറിയത്തില്ല. സ്വാഭാവികമായിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് തന്റെ മകൻ ജോർജിനെ കണ്ടുപിടിക്കാനായിട്ട് റീത്ത തന്നെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വിശന്ന് വലിഞ്ഞ് തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ ജോർജിനെ കണ്ട ജസ് എന്നൊരു സ്ത്രീ അവനെ സഹായിക്കുന്നുണ്ട്. അവന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ കൂടെ ചെല്ലാമെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞ് ജോർജിനെ വിളിച്ചുകൊണ്ടുപോയി. ചെക്കനെ കൊണ്ടിയില്ലുന്നത് കൊള്ളക്കാര സംഘത്തിന്റെ അടുത്താണ്. അവർ
അവരുടെ നേതാവാണ് ആൽബർട്ട്. ഒത്തിരി സ്ഥലങ്ങൾ ബോംബിങ് കാരണം തകർന്നു കിടക്കുന്നുണ്ടല്ലോ. ഒരുപാട് ആളുകളുടെ വീടുകളൊക്കെ നശിച്ചു കിടക്കുവാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. പലരും ജീവൻ രക്ഷിക്കാൻ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടോ ഓടിപ്പോയി. ഒത്തിരി വീടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്, തകർന്നു കിടപ്പുണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ കയറി അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു സംഘമാണ് ഇവർ. നമ്മുടെ ജോർജിനെയും ഭീഷണിപ്പെടുത്തിയും തല്ലിയും ഇവരോടൊപ്പം മോഷ്ടിക്കാൻ ചെല്ലാൻ പറയുവാണ്. ഇവരൊക്കെ മുതിർന്ന ആളുകളായതുകൊണ്ട് ചെറിയ ഇടങ്ങളിലൊന്നും വലിഞ്ഞു കയറി പോകാൻ പറ്റത്തില്ല. ജോർജിനാണെങ്കിൽ തകർന്നു കിടക്കുന്ന ബിൽഡിംഗ്സിനിടയിലൂടെയൊക്കെ കയറി പോകാനും അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവർക്ക് കൊണ്ട് കൊടുക്കാനും പറ്റും. ആ ഒരു ഉദ്ദേശത്തിൽ നമ്മുടെ ചെക്കൻ ജോർജിനെ അടിച്ച് അവനെ ഭീഷണിപ്പെടുത്തി ഇവരുടെ കൂടെ നിർത്തുവാണ്. ഇതേ സമയം നമ്മുടെ റീത്ത ജോർജിനെ തേടി പലയിടങ്ങളിൽ പോകുന്നുണ്ട്. അവളുടെ കൂടെ ജാക്കും ഉണ്ട്. ഇവർ രണ്ടാളും ജോർജിന്റെ ഫോട്ടോ ഒക്കെ പല ആളുകളെ കാണിച്ച് പയ്യനെ കണ്ടായിരുന്നൊക്കെ ചോദിച്ച് തിരക്കി അങ്ങനെ അവനെ അന്വേഷിച്ചു വരുന്നു. ഇതിനിടെ അതിസമ്പന്നർ മാത്രം പങ്കെടുത്ത ഒരു പാർട്ടി നടന്ന വലിയ വീട്ടിലും ബോംബ് വീണ് അവിടെയുള്ള എല്ലാവരും കൊല്ലപ്പെടുന്നുണ്ട്. ഇതറിഞ്ഞ ആൽബർട്ടിന്റെ കൊള്ളസംഘവും അവിടെയും മോഷ്ടിക്കാനെത്തി. കൊല്ലപ്പെട്ട് കിടക്കുന്ന മൃതദേഹങ്ങളിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും കൂടാതെ ആഭരണങ്ങൾ അടിച്ചു മാറ്റുക. പലരുടെയും ശരീരങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുവാണ്. അതൊന്നും വകവെക്കാതെ എല്ലാം നോർമൽ എന്ന പോലെയാണ് ഇവരെല്ലാം പെരുമാറുന്നത്. നമ്മുടെ ജോർജിനെയും അവിടെയൊക്കെയുള്ള മൃതദേഹങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ ഊരിക്കൊണ്ടുവരാൻ നിർബന്ധിക്കുന്നു. ആൽബർട്ടും കൂടെയുള്ളവരും മൃതദേഹങ്ങളോട് ചെയ്യാവുന്ന അത്ര അനാദരവ് കാണിക്കുന്നുണ്ട്. ഒരു മര്യാദയില്ലാത്തവരുന്നേ. ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ ജോർജ് അവിടുന്ന് ഓടി ചെന്ന് പെട്ടത് ജെസ്സിന്റെ മുന്നിലും. ഇവളും ആൽബർട്ടിന്റെ ഒക്കെ ആളല്ലേ, പെട്ടുപോയല്ലോ എന്ന് കരുതി ഇവനിങ്ങനെ നിൽക്കുമ്പോൾ അവളങ്ങ് മാറിക്കൊടുത്തുന്നേ. ചെക്കനോട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറയാണ്. സംഭവം പൈസയ്ക്ക് വേണ്ടി ഇവൾ ആദ്യം അങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും ആൽബർട്ടൊക്കെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഇവൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നങ്ങോട്ട് ജോർജ് ഓട്ടത്തോടോട്ടം ഒരുപാട് ബോംബ്സ് വീണ് ആകെ നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ ജീവനും കൈപ്പിടിച്ച് ഓടി ഒരു വിധത്തിൽ അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓൾറെഡി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ജോർജും അവരോടൊപ്പം ആ ട്രാക്കിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ജോർജ് കിടന്നുറങ്ങുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കപ്പിൾ ഫിസിക്കലി ഇന്റിമേറ്റ് ആവുന്നതൊക്കെ അവന് കാണാൻ പറ്റുന്നുണ്ട്. യുദ്ധാന്തരീക്ഷമാണ്, ചുറ്റും ആളുകളുണ്ട്. ഇതൊന്നും അവർ മൈൻഡ് ആക്കുന്നില്ല. വിശപ്പ് പോലെ തന്നെ ഒരു വികാരമല്ലേ ഇതും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് രാത്രി ഒരു സമയമായപ്പോൾ നമ്മുടെ ചെക്കൻ എണീറ്റു. ചുറ്റുപാട് നോക്കിയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുവാണ്. എങ്ങും നിശബ്ദത, ശബ്ദം തീരെയില്ല. അന്നേരം എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ ജോർജ് ആ ഒരു ടണലിലൂടെ കയറി നടന്നു പോവാണ്. അങ്ങനെ പോയി കുറേ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ജോർജ് ആ ടണലിന്റെ അപ്പുറത്ത് എത്തിയിരിക്കുന്നതാണ്. അവിടെ ആ സ്റ്റേഷനിൽ കുറച്ച് ആളുകൾ നിന്ന് പാട്ട് പാടുന്നു. ബാക്കി ഒരുപാട് പേര് അവരെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശബ്ദം ഉണ്ടാക്കാതെ അവർ പാട്ട് പാടുന്നത് കേട്ട് ആസ്വദിച്ച് നിൽക്കുവാണ്. ആ കൂട്ടത്തിൽ ജോർജിനെ നേരത്തെ സഹായിച്ച പോലീസുകാരൻ ഇഫയും ജോർജിന്റെ സുഹൃത്ത് ടോമിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മരണപ്പെട്ടതല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടതാണ്, കൊല്ലപ്പെട്ടതാണ്. ഇപ്പോഴത്തേ നമ്മുടെ ജോർജും ഇവരോടൊപ്പം ചേരുവാണ്. ഇഫയെയും ടോമിയെയും നോക്കി ചിരിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് അങ്ങനെ നിന്നു. കട്ട് ചെയ്താൽ നമ്മുടെ പയ്യൻ ജോർജ് കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയ അതേ ട്രാക്കിൽ നിന്ന് എണീറ്റ് വരുന്നു. സംഭവം ഇഫയെയും ടോമിയും ഒക്കെ കണ്ടത് ഇവന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇന്നേരം പെട്ടെന്ന് ഇവരെല്ലാം ഉള്ള ട്രാക്കിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങി വരുന്നു. എല്ലാവരും രക്ഷപ്പെടാൻ ഓട്ടത്തോടോട്ടം. കൂട്ടത്തിൽ നമ്മുടെ ജോർജ് പെട്ടുപോകുന്നുണ്ട്. പലരും ഓടുന്ന കൂട്ടത്തിൽ അവനെ തട്ടിത്താഴെ ഇടുന്നൊക്കെ ഉണ്ട്. എന്നിട്ടും പയ്യൻ എണീറ്റ് ഓടി അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പുറത്തിറങ്ങാനുള്ള ഗ്രില്ല് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കുറച്ച് വലിച്ചു തുറക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട്. എന്നാൽ മുതിർന്ന ആളുകൾക്കൊന്നും ഈ ഗ്യാപ്പിലൂടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ നമ്മുടെ ജോർജിനോട് പുറത്തിറങ്ങിയിട്ട് അത് അവിടുന്ന് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമ്മുടെ ചെക്കനും ഗ്രില്ലിനിടയിലൂടെ അപ്പുറത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോൾ ചെക്കൻ അതിനിടയിൽ ട്രാപ്പായി പോയി. അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല. വെള്ളത്തിനടിയിൽ ഗ്രില്ലിനിടയിൽ ട്രാപ്പായി പോയി. പിന്നീട് കണ്ണു തുറന്ന ജോർജ് ഇപ്പൊ ആരുടെയോ വീട്ടിലാണ്. ഏതാ സംഭവം നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരി ഇവന്റെ അടുത്ത് വന്ന് ഇവനോട് ഒത്തിരി നന്ദി പറയുന്നു. ഇന്നലെ അവിടെ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെല്ലാം സഹായിച്ചത്, അത്രയും ആളുകളെ സഹായിച്ചത് ജോർജാണത്രേ. കൃത്യസമയത്ത് ജോർജ് ആ ഗ്രില്ലിന് അപ്പുറത്തെത്തി ഗ്രില്ല് തുറന്നു കൊടുത്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റിയതെന്ന്. പയ്യന്റെ വീട് എവിടെയാണെങ്കിലും ഇവർ തന്നെ അവിടെ കൊണ്ടുവിടാമെന്നൊക്കെ ഈ പുള്ളിക്കാരി പറയുന്നുണ്ട്. ജോർജിനും സന്തോഷമായി. ഭാഗ്യം, എല്ലാം ഓക്കെ ആയല്ലോ, വീട്ടിലെത്താൻ പറ്റുമല്ലോ എന്ന് കരുതി ഇവനിങ്ങനെ നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നു. കാണേണ്ട താമസം ജോർജ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. പേടി കാരണമാവും ആൽബർട്ടിന്റെ കൊള്ളസംഘത്തിന് പോലീസുകാരുമായിട്ട് പോലും ബന്ധമുണ്ടായിരുന്നു. ഇനിയും അവിടെ പോയി പെട്ടുപോകരുതെന്ന് കരുതി അവനായിട്ട് തന്നെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. ഓടി അവൻ അറിയാവുന്ന തെരുവിലെത്തി. ഇവിടെ അടുത്ത് തന്നെയാണ് അവന്റെ വീട്. ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓടി വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ചയോ ഇവന്റെ വീട് മുഴുവൻ തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബിങ്ങിൽ നമ്മുടെ ജോർജിന്റെ വീടും തകർന്നു. ജോർജിന്റെ മുത്തച്ഛൻ കൊല്ലപ്പെട്ടു. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അവന്റെ അമ്മയുടെ മൃതദേഹവും ഉണ്ടാകുമെന്ന് കരുതി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ജോർജിനെ അവന്റെ അമ്മ വിളിക്കുന്നു. എങ്ങനെയോ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. ഇപ്പൊ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷത്തിൽ ജോർജിനെ കെട്ടിപ്പിടിച്ചു. യുദ്ധം അവസാനിച്ചിട്ടില്ല, നഷ്ടങ്ങൾ ഒരുപാടാണ്. ഇനിയും ഒരുപാട് വെല്ലുവിളികൾ നേരിടാനുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇനി മുന്നോട്ട് ഒരുമിച്ച് എന്ന ഉറപ്പോടെ നിൽക്കുന്ന റീത്തയും ജോർജിനെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. യുദ്ധം, തീവ്രവാദങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, വംശഹത്യ, ഇതൊക്കെ ലോകത്ത് പലയിടത്തും നടന്നു വരുന്നുണ്ട്. അതൊക്കെ റിലേറ്റ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യാനും തോന്നിയിരിക്കും. ആഴത്തിലൊന്ന് ചിന്തിക്കുക. മതം മാത്രം ആധാരമാക്കി ഒരു വിഭാഗത്തെ മാത്രം പിന്തുണയ്ക്കാതിരിക്കുക. അങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീവ്രവാദത്തെയോ വംശഹത്യയോ ആണ് നമ്മളും പിന്തുണയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. എത്രയും വേഗം യുദ്ധമൊക്കെ അവസാനിച്ച് സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതൊരിക്കലും ഒരു വംശത്തിന്റെ അവസാനത്തിലൂടെ ആവരുത്. ഏതൊക്കെയോ പുസ്തകങ്ങളിൽ ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന കഥകൾക്ക് പിന്നാലെ പോകാതെ യുക്തിപരമായി ലോജിക്കലായിട്ട് തീരുമാനമെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ സിനിമകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.